ഹേ ഗായ്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓണത്തിൻ്റെ തലേന്നാണ്. ഇന്ന് കുറേ പരിപാടികളുണ്ട്. വൈകുന്നേരം നമുക്ക് തൃക്കാരപ്പഴമൊക്കെ സെറ്റാക്കി വെക്കണം, പൂക്കളിടണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. കുറേ പൂക്കൾ അരിയാനുണ്ട്, പിന്നെ ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പൂക്കളിടാൻ വേണ്ടി നമുക്ക് പൂക്കളം അരിഞ്ഞ് വയ്ക്കണം. രാവിലെ ഞാൻ ഒരു പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ തൃക്കാരപ്പനേക്കാൾ മുമ്പ് ഞാൻ ഒരു വലിയ പൂക്കളിടാനാണ് ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം പൂവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അരിഞ്ഞ് നമ്മൾ ഇവിടെ റോസ് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതും മാവിൻ്റെ എല്ലാം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ റോസുകളും ഉണ്ട്, ഇത് റെഡാണ്. അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് ആക്കി അരിഞ്ഞ് വെക്കണം. ഇതൊക്കെ ഞാനാണ് അരിഞ്ഞത് കേട്ടോ. ഇത്രയും മഞ്ഞപ്പൂവ് ഫുൾ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് റോസാണ്. ഇത് അവൻ അരിഞ്ഞ കേട്ടോ, കുട്ടൻ അരിഞ്ഞതാ. കുറച്ച് ഇത്രയും ബാക്കിയുണ്ട്. എനിക്ക് ഏറ്റവും ടഫ് ഇതാണ്. ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പെയിൻ്റ് അടിക്കും, ഞങ്ങളാണ് പെയിൻ്റ് അടിക്കാറ്. പക്ഷെ ഇതിപ്പോൾ അച്ഛൻ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. പൂവൊക്കെ ഒരുവിധം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂക്കളിടുന്ന സമയത്ത് അരിയാം. അപ്പോൾ നമ്മൾ അട ഉണ്ടാക്കുകയാണ്. എന്തിനാണ് അട ഉണ്ടാക്കണം അമ്മ? ഓണം വയ്ക്കാൻ മാവേലിക്ക് ഒരു അട, പിന്നെ നമ്മൾക്ക് 4 പേർക്കും ഓരോ. മാവേലിക്ക് പൂവട, നമുക്ക് സാധാരണ ചുട്ടതല്ലേ. എനിക്ക് മറ്റൊരു ഇഷ്ടമല്ല. ഇവിടെ നാളികേരം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ചിരകി വെച്ചിട്ടുണ്ട്. അതുപോലെ ശർക്കരപ്പൊടി ഉണ്ട്, ഇത് നമുക്ക് ഉരുക്കണം. നമ്മൾ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഉരുക്കിയിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് നടത്തി കൊടുക്കാം കേട്ടോ. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത്, കാരണം ഇത് അത് കഴിഞ്ഞു. വേറെ അമ്മ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്, അത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. മാവേലിക്കുള്ള നാളികേരം മാറ്റി വെച്ചിട്ടുണ്ട്. അത് പൂവടയാണ് ഉണ്ടാക്കേണ്ടത്. സോ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ആക്ച്വലി എനിക്കറിയില്ല, അമ്മ പറയുന്നതാണ് ഞാനീ പറയുന്നതൊക്കെ കേട്ടോ. നാളികേരം വേറെ എന്തെങ്കിലും ഇടൂ, ഇത്രേ ഉള്ളൂ. ഇത്ര കുറച്ചിട, ഇത് ഫുള്ള് അങ്ങനെ ഇടുക. ഇത് ഇടാനുള്ളതാ ഫുള്ള്. പഴം കുറച്ചിട്ടാ മതി. കുറച്ചിട്ടാ മതി. എനിക്കിഷ്ടമുള്ളതൊക്കെ കുറേതാണോ, ഇഷ്ടമില്ലാത്തൊക്കെ കുറച്ചിട്ടാ മതി. മതി 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 പറഞ്ഞതുകൊണ്ടല്ലേ ഇപ്പൊ കുറെ ചേർക്കണേ. നോക്ക്, പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും ചേർക്കണേ. ഇത് എനിക്കുള്ളതല്ല, ഇത് മാവേലിക്കുള്ളതാ. മറക്കിക്കോ. സോ ഗൈസ്, നമ്മൾ അവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ഗൈസ്, കുട്ടനാണ് ഇവിടെ എന്ത് ചെയ്യാൻ പോണത്? പൂജ ചെയ്യാൻ പോകുന്നത്. അമ്മ എന്താ ചെയ്യണേ? വിളക്കൊക്കെ തുടച്ച് വയ്ക്കുകയാണ്. പ്രിപ്പറേഷൻസ്.
ആടൊക്കെ കഴിച്ചിട്ട് പോട്ടോ. നമ്മൾ നല്ലട തന്നെ, നല്ലടല്ല നമുക്കുണ്ടാക്കിയ മധുരപ്പഴ. എനിക്ക് ചെറുത് ഗൈസ്. അങ്ങനെ നമ്മൾ ആടൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ പൂക്കളിടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. രാവിലെ തൊട്ട് പൂവരിയാൻ തുടങ്ങിയതാണ്. ഏകദേശം ഇത് വെക്കണേക്കാൾ മുമ്പാണ് ചെയ്ത് കഴിഞ്ഞത്. ഇനിയും കുറച്ച് ഉണ്ടമല്ലീസൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടമല്ല അത് അരിയാൻ വേണ്ടി. എന്നാലും കുറച്ചൊക്കെ ഞാൻ അരിഞ്ഞു, ബാക്കി അച്ഛനമ്മയാണ് കേട്ടോ അരിഞ്ഞത്. എനിക്ക് ഉണ്ടമല്ലി അരിയുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ പൂക്കളം വരയ്ക്കാണ്. ഡിസൈൻ ഫുള്ളും അച്ഛനാണ് വരച്ചത്. കുറച്ചൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു, ബാക്കിയൊക്കെ അച്ഛനാണ് വരച്ചത്. ലൈൻസ് വരയ്ക്കാൻ വേണ്ടി സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ അത്രയും അതിനേക്കാൾ സ്കെയിലിനേക്കാൾ വലിപ്പമുണ്ട്. അപ്പോൾ നമ്മൾ വലിയ കമ്പും കോലൊക്കെ എടുത്ത് വരയ്ക്കുന്നുണ്ട്. എനിവേ നമ്മളൊരു വലിയ പൂക്കളാണ് ഇടുന്നത്. ആക്ച്വലി നമ്മൾ ഇട്ടയിൽ വെച്ച്, നമ്മൾ ലൈഫിൽ ഇട്ടയിൽ വെച്ച് ഏറ്റവും വലിയ പൂക്കളാണ്. വീട്ടിലും ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പൂക്കൾ ഇടുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പൂക്കളൊക്കെ ഇട്ടിക്കഴിഞ്ഞു. ലോങ് അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഇത്രയും വലിയ പൂക്കളിടുന്നത്. ഫൈനലി ഇട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് പൂക്കളം കാണുന്നത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ടേസ്റ്റ് നമുക്ക് ബസ്സിലേക്ക് പോകാം. ഇത്രയും വലിയ പൂക്കളാട്ടോ. ഒരു സ്കെയിൽ വെച്ച് ഞാൻ കാണിക്കുകയാണെങ്കിൽ ചെയ്തോളൂ. ഇത്രയും ഉണ്ട് നമ്മുടെ പൂക്കളം. ഏതാ സിനിമ? അപ്പൊ അത് കാണാൻ പോവാണ്. കണ്ടിട്ട് വരാം. അല്ല കുട്ടർ എന്നതിന് ആദ്യമായിട്ട് ക്യാമറക്ക് അത്